നമസ്കാരം. ഈ മണിക്കൂറിലത്തെ ഏറ്റവും പ്രധാന വാർത്ത, വെസ്റ്റ് നൈൽ ബാധിച്ച് കോഴിക്കോട് 6 വയസ്സായ കുഞ്ഞ് മരിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തയും. ജാഗ്രതയോടെയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോഴുള്ളത്. ഏറെ ജാഗ്രത പാലിക്കേണ്ട സമയവുമാണ് ഇത്. വെസ്റ്റ് നൈൽ വൈറസ് ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 6 വയസ്സുകാരൻ മരണമടഞ്ഞു. അസുഖബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ ചികിത്സയിലായിരുന്നു കുട്ടി. നിംസിൽ ചികിത്സയിലായിരുന്ന കുട്ടിയെ പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇടയ്ക്ക് കുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി വന്നിരുന്നുവെങ്കിലും പിന്നീട് അത് കൂടുകയായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങി. നിപ്പ വൈറസിന് ശേഷമാണ് അപൂർവ രോഗം കോഴിക്കോട് നിന്ന് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനാൽ പ്രത്യേക മെഡിക്കൽ സംഘത്തെ മലപ്പുറത്തേക്ക് അയക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ നിർദ്ദേശം നൽകിയിരുന്നു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് എപ്പിഡമോളജിസ്റ്റ്, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ്, ജില്ലാ വെറ്റിനറി യൂണിറ്റ് എന്നിവരുടെ സംഘം സ്ഥലം സന്ദർശിക്കുകയും രോഗം പകരാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ കേന്ദ്ര സംഘവും സന്ദർശിച്ചിരുന്നു. രോഗം ബാധിച്ച കുട്ടി മരിച്ചതിനാൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കാരണം പലതരം പകർച്ചവ്യാധികൾ വരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പും ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. അതിനാൽ തന്നെ ജനങ്ങൾ ബോധവാന്മാരായിരിക്കണം ഇക്കാര്യങ്ങളിലെല്ലാം. മാത്രമല്ല, ആരോഗ്യ പ്രവർത്തകർക്ക് കർശന നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. മലപ്പുറത്തു നിന്ന് മഞ്ഞപ്പിത്തവും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായുള്ള വാർത്തകൾ വരുന്നു. മഞ്ഞപ്പിത്തം മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കാതിരിക്കാൻ മുൻകരുതൽ നടപടികൾ എടുത്തിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ എല്ലാ ചികിത്സാ സ്ഥാപനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. എവിടെയെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി എന്താണ് വെസ്റ്റ് നൈൽ? വൈറസ് മൂലമുണ്ടാകുന്ന ഒരു പകർച്ച വ്യാധിയാണ് വെസ്റ്റ് നൈൽ വൈറസ് ബാധ. കൊതുക് വഴിയാണ് ഈ രോഗം പകരുന്നത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ രോഗം പകരില്ല. ജപ്പാൻ ജ്വരത്തെ അപേക്ഷിച്ച് വലുതായി ബാധിക്കുന്ന രോഗമല്ല വെസ്റ്റ് നൈൽ. ഇത്തരം വൈറസ് ബാധ ഏൽക്കുന്നവരിൽ 150-ൽ ഒരാൾക്ക് മാത്രമാണ് രോഗം മൂർച്ഛിക്കാറുള്ളത്. രോഗം ഗുരുതരാവസ്ഥയിലെത്തിയാൽ 10% മാത്രമാണ് മരണം സംഭവിക്കുക. അതേസമയം ജപ്പാൻ ജ്വരം തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്നതിനാൽ മരണസംഖ്യ 30% ആകാറുമുണ്ട്. വെസ്റ്റ് നൈൽ മുതിർന്നവരെക്കാൾ സാധാരണ ബാധിക്കുന്നത് കുട്ടികളെയാണ്. രോഗകാരണം ഇതാണ്. വെസ്റ്റ് നൈലിന്റെ രോഗകാരണം ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകാണ് രോഗം പ്രധാനമായി പരത്തുന്നത്. പക്ഷികളിൽ നിന്ന് പക്ഷികളിലേക്ക് ഈ രോഗം പരക്കുന്നുണ്ട്. 1937-ൽ ഉഗാണ്ടയിലാണ് ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത്. 2011-ൽ ആലപ്പുഴയിലാണ് ആദ്യം ഈ രോഗം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം നിപ്പ വൈറസ് ബാധ സമയത്ത് കോഴിക്കോട് ഒരു യുവതിക്ക് ഈ രോഗം വന്നതായി സംശയിച്ചെങ്കിലും അത് സ്ഥിരീകരിക്കാൻ പിന്നീട് കഴിഞ്ഞിട്ടില്ല. തലവേദന, പനി, പേശിവേദന, തടുപ്പ്, തലചുറ്റൽ, ഓർമ്മ നഷ്ടപ്പെടൽ എന്നിവയാണ് ഇതിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ. രോഗബാധയുണ്ടായ ബഹുഭൂരിപക്ഷം പേരിലും പലപ്പോഴും രോഗലക്ഷണങ്ങൾ പ്രകടമായി അനുഭവപ്പെടാറില്ല. ചിലർക്ക് പനി, തലവേദന, ഛർദി, ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം. 1% ആളുകളിൽ മസ്തിഷ്ക വീക്കം, മെനിസെൻജിറ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാകാം. രോഗം അറിഞ്ഞ് അതിനെ ചികിത്സിക്കുന്നതാണ് ഇതിന്റെ പ്രധാനം. കൊതുകുകളാണ് രോഗവാഹകർ എന്നതിനാൽ ഏറ്റവും നല്ല പ്രതിരോധമാണ് കൊതുകുകളിൽ നിന്ന് രക്ഷ നേടുക എന്നത്. വെസ്റ്റ് നൈൽ പനിക്ക് നിലവിൽ പ്രത്യേക വാക്സിൻ ലഭ്യമല്ല. എങ്കിലും രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സ ഫലപ്രദമായി നടത്താം. വൈറസ് പകരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്വയം ചികിത്സ രോഗത്തെ സങ്കീർണമാക്കും. ആരംഭത്തിൽ തന്നെ ചികിത്സിച്ചാൽ ഭേദമാക്കാവുന്നതിനാൽ പനിയോ മറ്റോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. എന്തായാലും ആരോഗ്യവകുപ്പും കോഴിക്കോട് ജനങ്ങളും അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.